എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സാർ അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? ദേശീയ സർക്കാരിന്റെ മാതൃകകളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ കേന്ദ്ര സർക്കാർ പറഞ്ഞു ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞു, പാട്ട കൊട്ടാൻ പറഞ്ഞു. ഇവിടെ ആരാണ് ജയരാജൻ സഖാവെ ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞപ്പോൾ ലൈറ്റ് അണച്ചത്? സൂര്യൻ അസ്തമിച്ച അപ്പയാൻ ഉറങ്ങിപ്പോ. ആരാണ് ദീപം തെളിയിക്കാൻ പറഞ്ഞപ്പോൾ ദീപം തെളിയിച്ചത്? താങ്കളുടെ പ്രിയപ്പെട്ട സുഹൃത്തായ പിണറായി വിജയനല്ലേ നരേന്ദ്രമോദി ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞപ്പോൾ ലൈറ്റ് അണച്ചതും ദീപം തെളിയിക്കാൻ പറഞ്ഞപ്പോൾ ദീപം തെളിയിച്ചതും? ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. അപ്പൊ അതൊക്കെ അശാസ്ത്രീയമാണ് എങ്കിൽ ആ അശാസ്ത്രീയമായ മാതൃക പിന്തുടർന്ന വ്യക്തിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. പിന്നെ താങ്കൾ അമേരിക്കൻ മോഡലിനെയൊക്കെ തള്ളി പറയുമ്പോൾ ഏറ്റവും മിനിമം ഇന്നത്തെ ദിവസം ഈ പ്രത്യേക സാഹചര്യത്തിൽ പിണറായി വിജയനെങ്കിലും അമേരിക്കയെ തള്ളി പറയത്തില്ല, പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യ മോഡലിനെ തള്ളി പറയത്തില്ല എന്ന് ഞാൻ അനുമാനിക്കുന്നു. പിന്നെ താങ്കൾ പറഞ്ഞു ഞങ്ങൾ നടത്തുന്ന പരിപാടികളെല്ലാം വളരെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണെന്ന്. അപ്പോൾ തിരുവനന്തപുരത്ത് പാറശാലയിൽ നിങ്ങളുടെ ജില്ലാ സമ്മേളനം നടന്നു. ജില്ലാ സമ്മേളനത്തിനകത്ത് 500 പേരുടെ മെഗാ തിരുവാതിര. ഇവിടെ ഇങ്ങനെയാ തിരുവാതിര എന്ന് പറയുന്നത്, ഞാൻ ഈ തിരുവാതിരയുമായിട്ട് ബന്ധപ്പെട്ട ഡാൻസിന്റെ വലിയ ആധികാരികമായ ശാസ്ത്രമൊന്നും അറിയുന്നയാളല്ല, എങ്കിൽ പോലും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കണം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ഷാനി എന്നെ തിരുത്തണം. ഞാൻ എന്ത് പറയാനാ, കരികാല വൈഭവം. എന്തായാലും 500 ആളുകൾ തമ്മിൽ കൈകൾ കൂട്ടിമുട്ടിക്കുമ്പോൾ എന്തായാലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടൊന്നും കൈ കൂട്ടിമുട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അവിടെ ഇട്ട് പാട്ടൊക്കെ എത്രമാത്രം അരോചകമായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണഭൂതനായ പിണറായി വിജയൻ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് താങ്കളെ പറ്റി താങ്കളുടെ ചില അനുയായികൾ ഒരു പാട്ട് വെച്ചപ്പോൾ താങ്കളെ പരോക്ഷമായി ശാസിക്കുകയും പിന്നീട് താങ്കളുടെ ഒരു ഉയർച്ചയ്ക്ക് വരെ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തിയുടെ പേരിൽ കാരണഭൂതനായ പിണറായി വിജയൻ, കേരളത്തിലും ലോകത്തിലും മുഴുവൻ കമ്മ്യൂണിസം വ്യാപിപ്പിക്കുന്നത് പിണറായി വിജയൻ എന്നാണെന്നൊക്കെ പറയുമ്പോൾ ലോകത്തിൽ ആർക്ക് പ്രതിഷേധം തോന്നിയില്ലെങ്കിലും താങ്കൾക്കെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പ്രതിഷേധം തോന്നിയിട്ടുണ്ട്. താങ്കളുടെ പ്രതിഷേധമാണ് എന്റെ വായിലൂടെ ഞാനിപ്പോൾ പ്രകടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞു സ്വാഭാവികമായ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ഇതുപോലെ സ്വാഭാവികമായ പ്രതികരണം നിങ്ങൾ നടത്തിയ ഒരു പ്രദേശമുണ്ടായിരുന്നു, നന്ദിഗ്രാമും സിംഗൂരും. അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നന്ദിഗ്രാമിലും സിംഗൂരിലും ഇതുപോലെ കോർപ്പറേറ്റുകളുടെ സ്ഥാപനം ഞങ്ങൾ അവിടെ നടപ്പിലാക്കും, കൊണ്ടുവന്നേ അടങ്ങൂ എന്ന് നിങ്ങൾ വാശി പിടിച്ചു. ആ വാശി പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവിടെ നിങ്ങളുടെ പാർട്ടിക്കാരും പോലീസുകാരും കൂടെ ചേർന്നുകൊണ്ട് നാട്ടുകാരായ നിരപരാധികളെ വെടിവെച്ചു കൊന്നു. അവിടുത്തെ അതിന് നേതൃത്വം കൊടുത്ത ഒരു MP, നിങ്ങളുടെ CPM-ന്റെ MP, അയാളുടെ വീട്ടിൽ നിന്ന് പിന്നീട് നിങ്ങളുടെ സർക്കാർ താഴെ വീണ് TMC-യുടെ സർക്കാർ വന്നപ്പോൾ അയാളുടെ വീട്ടിനകത്തു നിന്ന് മാത്രം ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കുഴിയിൽ നിന്ന് 5000-ഓളം മൃതശരീരങ്ങളാണ് ഉപ്പിട്ട നിലയിൽ കണ്ടെത്തിയത്. എന്താ പിന്നെ സംഭവിച്ചത് സഖാവേ? 2006-ൽ നിങ്ങൾക്ക് 176 സീറ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾ പ്രതിരോധിക്കുന്നതിന് മുമ്പ് ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. അവിടെ നിന്ന് 2011 എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ സീറ്റ് 40. ഇപ്പൊ നിങ്ങളുടെ സീറ്റ് എത്രയാണെന്ന് അറിയാമോ? 3 സീറ്റാണ് ബംഗാളിൽ നിങ്ങൾക്ക് ആകെയുള്ളത്. നിങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണത്തിന്റെ ഭാഗമാണ്. കുറെ സഖാക്കന്മാർ ഇപ്പൊ കാട്ടിലൊളിച്ചിരിക്കുക ജീവഭയം കൊണ്ട്. കുറെ ആളുകൾ ഇപ്പൊ കേരളത്തിലുണ്ട്. നിങ്ങളുടെ ഏരിയ സെക്രട്ടറി തലത്തിലുള്ള ആളുകൾ നിങ്ങൾ ഈ പറയുന്ന പോലെ സ്വാഭാവികമായി പ്രതിരോധം നടത്തിയതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ഏരിയ സെക്രട്ടറിമാർ ഇപ്പൊ ഹോട്ടലുകളിൽ കേരളത്തിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. കുറെ ആളുകൾ കെട്ടിട നിർമ്മാണ മേഖലയിൽ ചാന്ത് കുഴച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രതിരോധിച്ചതാ. അതേ പ്രതിരോധമാണ് നിങ്ങൾ ഇന്ന് കണ്ണൂരിൽ നടത്തിയത്. ലാത്തിയുടെ ചൂടറിഞ്ഞവൻ പഠിക്കൂ. മരിച്ചെന്ന് കരുതിയിടത്തുനിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ. ഒരു മരക്കോലി കാണിച്ചതിനെ ഭയപ്പെടുത്താൻ നോക്കാം. നിങ്ങൾ പറയുന്നു ഞങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു. 100-ലധികം ആളുകളാണ് ആ അടച്ചിട്ട മുറിയിലെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ അറിയാം. ഇപ്പോൾ എന്തായി? ഈ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് പ്രകാരം ആകെ 75 ആളുകൾക്ക് മാത്രമാണ് അടച്ചിട്ട മുറിയിൽ ഒരുമിച്ചിരിക്കുവാൻ കഴിയുന്നത്. പിന്നെ ഇപ്പോൾ 100-ലേറെ ആളുകൾ പങ്കെടുത്ത നിങ്ങളുടെ മീറ്റിംഗ് ആണോ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചത്? അതോ വെറും 7 പേരുമായി വന്ന യൂത്ത് കോൺഗ്രസിന്റെ സമരമാണോ? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ യൂത്ത് കോൺഗ്രസ് എങ്ങനെ സമരം നടത്തണമെന്ന് താങ്കൾ പറയുക. ഈ വേഷം കണ്ട ആളുകളെ തിരിച്ചറിയണമെന്ന് പറഞ്ഞയാള് നരേന്ദ്രമോദിയാ. ആ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ അക്രമം നേരിട്ട് താങ്കൾ തന്നെ വീണ്ടും അതിന് ആവർത്തിക്കുകയാണ്. വേഷം കണ്ട ആളുകളെ തിരിച്ചറിയണം. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ പറഞ്ഞ പോലെ. റിജിൽ മാക്കുറ്റി പാൻസ് ഇട്ടതാണോ താങ്കളുടെ ഇന്നത്തെ കുഴപ്പം? അതല്ല, റിജിൽ മാക്കുറ്റി പിന്നെ എന്തായിരുന്നു വേണ്ടത്? റിജിൽ മാക്കുറ്റിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള നാടല്ലേ ഇത്? തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അദ്ദേഹം ആംബുലൻസിൽ നെഞ്ചുവേദനയായിട്ടൊന്നും വന്നില്ലല്ലോ റിജിൽ മാക്കുറ്റി. അദ്ദേഹം വളരെ മാന്യമായി ജനാധിപത്യ മാർഗത്തിലൂടെ സമരം ചെയ്യാൻ വന്നു. അവൻ പറഞ്ഞ നേരാ. അത്രയേറെ പോലീസുകാർ അവിടെ നിൽക്കുമ്പോ, അത്രയേറെ പാർട്ടിക്കാർ അവിടെ നിൽക്കുമ്പോ 7 പേരുമായി വന്ന ആളുകൾ മാവോ മോഡൽ അക്രമം നടത്തുവാൻ വന്നതാണ് എന്ന് താങ്കൾ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? മാത്രമല്ല, ഇനി മാവോ മോഡൽ അക്രമം നടത്തുന്നത് താങ്കൾ തന്നെ പേരെടുത്ത് പറഞ്ഞു. താങ്കൾ പേരൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ ആശങ്കയുണ്ട്.
താങ്കൾ പേരെടുത്ത് പറഞ്ഞ റിജിൽ മാക്കുറ്റി, താങ്കൾക്ക് അറിയുന്ന ആ പ്രദേശത്തുള്ള ആ മീറ്റിംഗിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക് അറിയുന്ന റിജിൽ മാക്കുറ്റിയാണോ മാവോ മോഡലുള്ള സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അപ്പോ ഇത് തീർച്ചയായിട്ടും അവിടെ ന്യായമായ ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. നിങ്ങളിപ്പോ സമരത്തിന്റെ പരിധി നിശ്ചയിക്കുക. പ്രത്യേകിച്ച് കണ്ണൂരിലെ ജയരാജൻ സഖാവ് വന്നിരിക്കുമ്പോ കണ്ണൂരിൽ നിന്ന് തന്നെ നിങ്ങൾ സമരത്തിന്റെ പരിധി നിശ്ചയിക്കണം. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഈ പിന്നെ നമ്മുടെ മുൻ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ അദ്ദേഹത്തെ കൊല്ലാൻ പറ്റാത്തപ്പോ വളരെ സാധുക്കളായിട്ടുള്ള പാമ്പിനെയും കരികുരങ്ങിനെയും വരെ കത്തിച്ചു കൊന്ന ആളുകൾ, ആ പാർട്ടിയുടെ ആളുകൾ ഇപ്പോൾ ഞങ്ങളോട് അഹിംസയെ പറ്റി സംസാരിക്കുകയാണ്. നിങ്ങളാണോ സമരത്തിന്റെ പരിധി നിശ്ചയിക്കുന്നത്? ഒരു മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കാറിന്റെ ചില്ല് തകർത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് കല്ലെറിഞ്ഞ് സമരം നടത്തിയ ആളുകൾ ഇപ്പോൾ സമരത്തിന്റെ പരിധികൾ നിശ്ചയിക്കുവാൻ തുടങ്ങുക. നീ കരികൊടി കാണിക്കുവാൻ പോകുമ്പോ തലേ ദിവസം നോട്ടീസ് എഴുതി കൊടുത്തിട്ടാണോ കരികൊടി കാണിക്കുവാൻ വേണ്ടിട്ട് പോകുന്നത്? അങ്ങനെയാണോ താങ്കളും താങ്കളുടെ സഹപ്രവർത്തകരും സമരം ചെയ്തു പോയിട്ടുള്ളത്? ഇവിടെ അക്രമം നടത്തി, ജനങ്ങൾ അക്രമം നടത്തി എന്നാ പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അക്രമം നടത്തുന്നത് ജനങ്ങളുടെ തലയിൽ നിങ്ങൾ എന്തിനാ കെട്ടിവെക്കുന്നത്? തനി രാവണൻ 10 തലയായവന്. ഏത് പൊതുജനങ്ങളാണ് ജയരാജൻ സഖാവ് പറയണം, ഏത് പൊതുജനമാണ് റിജിൽ മാക്കുറ്റിയെ മർദ്ദിച്ചത്? അതിന്റെ വിഷ്വൽസ് ഇന്ന് ചാനലുകളിലൂടെ മൊത്തം വന്നതാണല്ലോ. ഞാനത് വീണ്ടും വേണമെങ്കിൽ കാണിക്കാം. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ അവൻ എന്തെങ്കിലും പറഞ്ഞു. ആ വിഷ്വലിനകത്ത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി വരെ വന്ന് മർദ്ദിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ആകെ ചളമായി, ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴയും. ഒരു ജനാധിപത്യപരമായ സമരം നടത്തുന്നതിനകത്ത് നിങ്ങൾ ഇത്ര വലിയ അക്രമം അഴിച്ചു വിട്ടിട്ട് നിങ്ങൾ ജനാധിപത്യത്തെ പറ്റി ഞങ്ങളോട് ക്ലാസ് എടുക്കുകയാണോ? അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. ഒരു CPM-കാരൻ, പ്രത്യേകിച്ച് അവരുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ആകെ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്നത് ഷാനി, അവരുടെ 24 മണിക്കൂറിൽ വൈകുന്നേരങ്ങളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന 1 മണിക്കൂർ അല്ലാതെ മനുഷ്യനായ നാണം വേണം. ഇവർ 23 മണിക്കൂർ ഉറങ്ങുമ്പോൾ പോലും ജനാധിപത്യം കാണിക്കാത്ത ഇവർ ഞങ്ങളെ ജനാധിപത്യം പഠിപ്പിക്കുമ്പോൾ ആ ജനാധിപത്യത്തിന്റെ ക്ലാസ് ഒന്നും ഞങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇനി നാളെ ഒരു കാര്യം ചെയ്യും, കണ്ണൂരിലെ ഇതേ ഗുണ്ടാ സംഘം, ഈ CITU പിന്നെ കൂലിത്തല്ല് തൊഴിലാളി വിഭാഗം, നിങ്ങൾ നേരെ നാളെ എറണാകുളത്തേക്ക് വെച്ചുപിടിക്കുക. ദേവൻ രാമചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സർക്കാർ ഈ കല്ലിടുന്നതിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള വാക്കുകളുമായിട്ട് സർക്കാരിനെ വിമർശിച്ചില്ലേ? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. സർക്കാർ ആരോട് ചോദിച്ചിട്ടാണ് കല്ലിടുന്നത് ചോദിച്ചില്ലേ? ആരോട് ചോദിച്ചിട്ടാണ് സർവേ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ചോദിച്ചില്ലേ? ഇവിടെ സോളിസിറ്റർ ജനറൽ, കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിന്റെ DPR വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ പദ്ധതിക്ക് അംഗീകാരം കൊടുക്കത്തുള്ളൂ. സന്തോഷായി, നല്ല സന്തോഷം. അപ്പൊ നിങ്ങൾ ഇനി കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ മന്ത്രിയും ഒക്കെ ഇന്ന് റിജിൽ മാക്കുറ്റിയെ കൈകാര്യം ചെയ്ത പോലെ അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. ഇവിടെ എന്തുണ്ടായാലും, നാട്ടിലെ ഏത് അക്രമ സംഭവം ഉണ്ടായാലും നേരെ K. സുധാകരന്റെ പേര് പറയുക. ഒരാഴ്ച മുമ്പല്ലേ ഷാനിയുടെ അടക്കമുള്ള ഫ്ലോറിൽ വന്നിട്ട് CPM-ന്റെ നേതാക്കന്മാർ ജനാധിപത്യത്തെ പറ്റി സംസാരിച്ചത്, സമാധാനത്തെ പറ്റി സംസാരിച്ചത്? ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ അടക്കം മുന്നിൽ വെച്ച് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന നേതാക്കന്മാരെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പഴയ കാര്യം പറഞ്ഞിട്ട് ബാലൻസ് ചെയ്യേണ്ടി വരുന്നത്? എന്താ നീ പിറുപിറുക്കണേ? അങ്ങനെ സുധാകരൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയാണെന്ന് പറയുന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതാ? ഇനി നിൽക്കേണ്ട വലിയ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അന്ന് പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചതിനെ പറ്റി ബാലൻസ് ചെയ്യാൻ വേണ്ടി പറയാൻ കഴിയാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് K. സുധാകരന്റെ വാചകം മാത്രം പറയുന്നത്? നീ ഇങ്ങനെ നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ മർദ്ദനത്തിന് ഇരയാവുകയാ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് തന്നെയല്ലേ സംഘപരിവാർ ഇന്ത്യ മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. പിണറായി വിജയൻ ഭോപ്പാലിൽ പ്രസംഗിക്കാൻ പോയപ്പോ 5-6 RSS-കാർ തടഞ്ഞത് കൊണ്ടല്ലേ പിണറായി വിജയന് അവിടെ പ്രസംഗിക്കാൻ കഴിയാതെ പോയത്? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.